വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. റയൽ മാഡ്രിഡ് വേഴ്സസ് ഡോർട്ട്മണ്ട് ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ഇന്ന് രാത്രി 12:30 വെംബ്ലി സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് ചെറിയൊരു കാര്യം മെൻഷൻ ചെയ്യാനുള്ളത്, ഞാൻ പേഴ്സണലി ഇത്തിരി വിഷമത്തിലിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ വീഡിയോ ചെയ്യാതിരിക്കാനും പറ്റില്ല. ദ ഷോ മസ്റ്റ് ഗോ ഓൺ. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ വീഡിയോസ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ചിലപ്പോൾ മിസ്റ്റേക്ക് വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മുൻകൂട്ടി ക്ഷമിക്കുക. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് മത്സരത്തിലേക്ക് വരാം. അത് ഡേവിഡ് വേഴ്സസ് ഗൊലായത്ത് സിറ്റുവേഷൻ ആണ്. റയൽ മാഡ്രിഡ് അവസാനമായിട്ടൊരു ചാമ്പ്യൻസ് ലീഗ് മത്സരം തോറ്റത് എന്നാണ്? 1981 ലിവർപൂളിനെതിരെ തോറ്റതാണ് അവസാനമായിട്ടൊരു മത്സരം തോറ്റത്. അതിനുശേഷം ഇപ്പോൾ 21ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോഴാണെങ്കിൽ പോലും അവർ 8ാമത്തെ തവണയാണ് ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കളിക്കുന്നതെന്നുള്ളതാണ്. 7 തവണ വിജയിച്ചു. ഇന്ന് അവർക്കൊരു വിജയം സ്വന്തമാക്കാൻ സാധിക്കുമോ, ഡോർട്ട്മണ്ട് അതിന് അനുവദിക്കുമോ എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കിക്കാണുന്നത്. ഇപ്പോൾ ഡോർട്ട്മണ്ടിൻ്റെ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ അവർ അൾട്ടിമേറ്റ് ബോട്ടിൽ ജോബ്സ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷമാണെങ്കിൽ ലീഗിൻ്റെ തൊട്ടടുത്തെത്തി അവർ അത് കൊണ്ടുപോയി കളഞ്ഞു. അതുപോലെ തന്നെ ഈ വർഷം ആരും പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യമല്ല ഇവർ ഇങ്ങനെ ഫൈനലിലേക്ക് എത്തും എന്നുള്ള കാര്യം. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു നേട്ടം സ്വന്തമാക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അത്ലറ്റിക്കോനെയും PSG-നെയൊക്കെ തോൽപ്പിച്ചിട്ടാണ് വരുന്നത്. അതുപോലെ ഓവറോൾ ലീഗിലേക്കൊക്കെ ഉള്ള ഫോമിലേക്കൊക്കെ നോക്കിയാൽ അത്ര വലിയ മെച്ചമൊന്നുമില്ല. 5ാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തത്. ലെവർകൂസനായിട്ട് 26 പോയിൻ്റ് ഗ്യാപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. സോ തീർച്ചയായും ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് റയൽ തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഇതുപോലെ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിലെത്തിയ ചില ടീമുകൾ അവർ ഡൊമസ്റ്റിക്കലി മോശമായിരുന്നെങ്കിൽ പോലും അവർ ചാമ്പ്യൻസ് ലീഗ് അടിച്ച ചരിത്രമൊക്കെ ഉണ്ട്. ചെൽസി 2011-12 സീസൺ, ലിവർപൂൾ 2004-05 സീസൺ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഇവർക്ക് ചെയ്തു കൂടായികയൊന്നുമില്ല. പക്ഷേ ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം റയൽ മാഡ്രിഡ് ഇപ്പോൾ രണ്ട് ടീമുകളെ വെറുതെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. പ്ലെയേഴ്സിൻ്റെ റേറ്റിംഗ് മാത്രം ജസ്റ്റ് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. റയൽ മാഡ്രിഡ് ബഹുദൂരം മുമ്പിലാണ്. അവരുടെ ക്വാളിറ്റി അതുപോലെയാണ്, അവരുടെ മാനേജർ അതുപോലെയാണ്. അതേസമയം ഡോർട്ട്മണ്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡോർട്ട്മണ്ട് റയലിൻ്റെ 7 അയലത്ത് പോലും ഇല്ല, മാനേജർ വൈസ് ആണെങ്കിലും പ്ലെയേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും. പക്ഷേ ഒരു കപ്പ് ഫൈനലാണ്. ഒരു ടീമിനെ നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല. ഇപ്പോൾ ഡോർട്ട്മണ്ടിന് ഒരു നല്ല ദിവസമാണ്, റയലിനൊരു ബാഡ് ഡേ ആണ്. അവരുടെ കുറച്ച് മിസ് ആക്കുകയാണ്, പോസ്റ്റുമ കൊണ്ടൊക്കെ പോവുകയാണെങ്കിൽ ഇത്തിരി ഭാഗ്യം കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഡോർട്ട്മണ്ടിന് അടിച്ച് കയറാൻ പറ്റും. ഇപ്പോൾ റീസെൻ്റ്ലി ഒക്കെ ആണെങ്കിൽ എല്ലാവരും ജയിക്കുമെന്ന് പറഞ്ഞ ചില ടീമുകളൊക്കെ ഫൈനലിൽ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് റയൽ മാഡ്രിഡ് കോഷ്യസ് ആയിരിക്കണം. അതെന്തായാലും ആഞ്ചലോട്ടി ഒരിക്കലും ടീമിനെ നിങ്ങൾ ഭയങ്കര കോൺഫിഡൻസോടുകൂടി ഹൈ ലൈൻ കളിച്ചോ, തോന്നുന്ന പോലെ കളിച്ചോ, അങ്ങനെയൊന്നും ഒരിക്കലും ആഞ്ചലോട്ടി സെറ്റ് ചെയ്യില്ല. അദ്ദേഹം വളരെ എന്താ പറയുക, എതിരാളികളെ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു മാനേജറാണ്. ജയിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അപ്രോച്ച്. അതല്ലാതെ അഹങ്കരിച്ചോ അല്ലെങ്കിൽ കൂടുതൽ അഭ്യാസം കാണിച്ചുള്ള അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. റയലാണെങ്കിലും ട്രാൻസിഷനാണ് കളിക്കാൻ ശ്രമിക്കുക, ഡോർട്ട്മണ്ട് ആണെങ്കിലും ട്രാൻസിഷനിലാണ് കളിക്കാൻ ശ്രമിക്കുക. രണ്ട് ടീമുകളുടെയും എന്താ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഏറെക്കുറെ സെയിം തന്നെയാണ്. ഇപ്പോൾ എന്തായാലും നമുക്ക് ഡോർട്ട്മണ്ടിനെ കുറിച്ച് കൂടുതൽ നോക്കാം. അപ്പോൾ ഡോർട്ട്മണ്ട് അവർ 4-2-3-1 അവർ ലൈനപ്പ് ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് ബോൾ കിട്ടുന്ന സമയത്ത് അവർ ബേസിക്കലി 3-4-3 മാറും. അതിനകത്ത് എംറി ചാൻ സെൻട്രൽ ബാക്സിൻ്റെ ഒപ്പം കൂടെ വരും. അതിനുശേഷം പിന്നെ ഈ ഫുൾ ബാക്സൊക്കെ രണ്ടുപേരും പുഷ് ചെയ്യും. പിന്നെ മിഡ്ഫീൽഡിലേക്ക് വരുന്നത് ജൂലിയൻ ബ്രാൻഡും അതുപോലെ തന്നെ സാബിറ്റ്സറാണ്. ഇവർ രണ്ടുപേരും ഓടി നടക്കാൻ എനർജിയുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ ഒരുപക്ഷെ മാർക്കോ റോയ്സ് ഇന്ന് ബെഞ്ചിൽ നിന്നൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഫ്രണ്ട് 3 വരുമ്പോൾ തീർച്ചയായും ഫുൾക്രഗ് ഉണ്ട്. അതുപോലെ തന്നെ റൈറ്റ് വിങ്ങിൽ ജേഡൻ സാൻചോ ഉണ്ട്. പിന്നെ ഇപ്പുറ സൈഡിൽ അദേമി കളിക്കും, ഡോണിയ മെലനെ കളിക്കാറുണ്ട്. അപ്പോൾ അവരൊക്കെയാണ് ഡോർട്ട്മണ്ടിൻ്റെ പ്ലേയേഴ്സ്. ഇനി ഇവർ ബോൾ ഇല്ലാത്ത സമയത്ത് ഇവർ മിഡ് ബ്ലോക്കിലേക്ക് മാറും. PSG-ക്കുള്ള മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്, മനോഹരമായ ഒരു മിഡ് ബ്ലോക്കൊക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ 5-4-1 എന്നുള്ള ഷേപ്പിലേക്കൊക്കെ മാറും. മാക്സിമം ഒപ്പോസിഷനെ കൊണ്ട് സെൻട്രലി പെനിട്രേറ്റ് ചെയ്യിപ്പിക്കാതിരിക്കുക, വിങ്ങിലേക്ക് പൊക്കോട്ടെ എന്നുള്ള ആ ഒരു മൈൻഡിലാണ് ഇവർ അത് സെറ്റപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എതിരാളികളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിയുമ്പോൾ ട്രാൻസിഷനിൽ ക്വിക്ക്ലി പോയി അടിക്കാൻ നോക്കും, അതല്ലെങ്കിൽ ലോങ് ബോൾ ഇടും. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് ഇവർ കളിക്കുന്നത്. സിമിലർ ആയിട്ട് തന്നെയാണ് റയൽ മാഡ്രിഡ് കളിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. അവരാണെങ്കിലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഡോർട്ട്മണ്ടിൻ്റെ ഭാഗത്ത് നിന്ന് വീണ് കഴിഞ്ഞാൽ ചാടി വീഴാനായിട്ട് ജൂഡ് ബെല്ലിംഗാം, വിനീഷ്യസ്, റോഡ്രിഗോ ഒക്കെ ഫ്രണ്ടിലുണ്ട്. അതുപോലെ തന്നെ ടോണി ക്രൂസിൻ്റെ അവസാന മത്സരമാണ്, അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ ഒരു കില്ലർ പാസ് കൊടുത്താൽ മതി. ഇപ്പോൾ കഴിഞ്ഞ കളിയിലൊക്കെ നമ്മൾ കണ്ടതാണ്, ഒരു സ്മൂത്ത് പാസ് എവിടെ നിന്ന് വേണമെങ്കിലും വരാം. അപ്പോൾ അങ്ങനെ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ, വിനീഷ്യസിന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല. പ്രോപ്പർ ബിഗ് ഗെയിം പ്ലെയേഴ്സാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റയലിൻ്റെ അറ്റാക്ക് വരുന്നത് കൂടുതലും ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ്. 42% അവരുടെ അറ്റാക്ക് വരുന്നത് ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ലെഫ്റ്റ് സൈഡിനെ പൂട്ടുക എന്നുള്ളതാണ് ഡോർട്ട്മണ്ടിൻ്റെ ലക്ഷ്യം. അപ്പോൾ എന്തായാലും ആ ഒരു ഏരിയയിൽ കവർ ചെയ്യാൻ പോകുന്ന റയേഴ്സണും സാബിറ്റ്സറും സാൻജോയും ആയിരിക്കും. സാൻജോ എത്രത്തോളം വന്ന് ട്രാക്ക് ബാക്ക് ചെയ്ത് ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം വിനീഷ്യസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, വിനീഷ്യസിനെ പൂട്ടുക എന്നുള്ളത് ഇവർ 3 പേരും ചേർന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്.
പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാരുടെയൊക്കെ വിടവാങ്ങൽ മത്സരമാണ്. മാർക്കോ റൂയിസും അതുപോലെ തന്നെ ടോണി ക്രൂസിൻ്റെയൊക്കെ വിടവാങ്ങൽ മത്സരമാണ്. പിന്നെ ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചോയാണ്, റയൽ മാഡ്രിഡിൻ്റെ ക്യാപ്റ്റൻ. അദ്ദേഹമാണെങ്കിലും ക്ലബ്ബ് വിടാൻ പോവുകയാണ് എന്നുള്ളതാണ്. ഇപ്പം എന്തായാലും ടീം ന്യൂസിലേക്ക് നമുക്ക് നോക്കാം. റയലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഡേവിഡ് അലാബ ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അതുപോലെ തന്നെ ചുവമേനിക്ക് ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഫിറ്റല്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂനിന് ചെറിയ പനിയാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഡോട്ട്മണ്ട് സൈഡിലേക്ക് വരുമ്പോൾ അവർക്ക് കാര്യമായിട്ടുള്ള ഇഞ്ചുറി പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഉള്ള താരങ്ങളൊക്കെ എല്ലാവരും ഫിറ്റാണ്. കുറച്ച് അല്ലാതെ കളിക്കുന്ന കുറച്ച് പ്ലെയേഴ്സൊക്കെയാണ് ഫിറ്റ് അല്ലാത്തേ ഉള്ളൂ. സോ അതാണ് ടീം ന്യൂസിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്. പിന്നെ ഈ പ്രഡിക്ഷനിലേക്ക് വരാം. ക്ലിയർലി റയൽ തന്നെയാണ് ഫേവറേറ്റ്സ്. പിന്നെ ഡോട്ട്മണ്ടിന് എന്തെങ്കിലും മാജിക്ക് കാണിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഒരു ഫൈനലാണ്, 10% ചാൻസ് ഉള്ളെങ്കിൽ പോലും ഇനിയിപ്പോൾ അവർക്ക് അനുകൂലമായ ദിവസമാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.